ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തുടർഭരണം ഉറപ്പാക്കാനാവുന്നൊരു ജനവിധിയാണ് നിലമ്പൂരിലെ ജനങ്ങളിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്നത്. അസന്നിഗ്ധമായ വികസന മുന്നേറ്റങ്ങളുടെ നിറവിലും മികവിലുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിൻ്റെ വാർഷികാഘോഷങ്ങൾ പൂർത്തിയായപ്പോൾ ഏതാണ്ട് സുസമ്മതമായത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ നിർമ്മിക്കപ്പെട്ട ആരോപണങ്ങളുടെ കാർമേഘങ്ങളെല്ലാം സത്യത്തിൻ്റെ സൂര്യവെളിച്ചത്തിൽ ഒലിച്ചു പോയൊരു പുതിയ പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കേരളത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സുവർണ അവസരമാണിത്. മുമ്പും നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നുകൊണ്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ വികസിപ്പിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു ജനവിധി ഇത്തവണ നിലമ്പൂരിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് LDFിൻ്റെ ആത്മവിശ്വാസം. PV അൻവർ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ? അൻവർ നിലമ്പൂരിൽ പണ്ട് ഒരു ഘടകമായിരുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തിലാണ് അൻവറിനവിടെ മുന്നേറാൻ കഴിഞ്ഞിരുന്നത്. അൻവർ ഈ ഗവൺമെൻറ് നിലമ്പൂർ മണ്ഡലത്തിൽ വികസനം നൽകിയില്ല എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. മുഹമ്മദ് റിയാസ് അദ്ദേഹം മന്ത്രിയായ ശേഷം നിലമ്പൂരിനെ അവഗണിച്ചു എന്നൊരാരോപണം അദ്ദേഹം ഉയർത്തുകയുണ്ടായി. അതിന് ചുട്ട മറുപടി അവിടുത്തെ മലയോര പാതയിലൂടെ സഞ്ചരിച്ചിരിക്കുന്ന ജനങ്ങൾ നൽകും. നിലമ്പൂരിലെ വികസനം കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കും. അൻവർ പല വഴിക്ക് സഞ്ചരിച്ചിരുന്ന കാലത്തും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ വികസനം നടത്തിയിരുന്നുവെന്ന നിറഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഏതാണ്ട് 1000 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ നിലമ്പൂരിൽ ചെലവഴിക്കപ്പെട്ടതിൻ്റെ കണക്കുകളുമായിട്ടാണ് LDF ജനങ്ങളിലേക്ക് പോകുന്നത്.